ദൃശ്യ ബിനുവും സുഹൃത്ത് ലാലഴകും വീണ്ടും മാതൃകയാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ പത്രദൃശ്യ ഓൺലൈൻ മാധ്യമങ്ങളിൽ നിറഞ്ഞുനിന്ന ഒരു നന്മയുടെ വാർത്തയുണ്ടായിരുന്നു. കപ്പലണ്ടി വറുക്കുന്ന വയോധികനെ കൊണ്ട് തന്റെ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്യിച്ച സംഭവം. മലയാളികൾ കൈയടിച്ച ദൃശ്യ ബിനുവിന്റെ ആ തീരുമാനത്തിന് ഒപ്പം സഞ്ചരിച്ച ഒരാളായിരുന്നു സുഹൃത്ത് ലാലഴകം. ലാലഴകം തന്നെയാണ് മുഹമ്മദ് ഖനീഫ എന്ന സാധു മനുഷ്യനെ ഉദ്ഘാടകനായി വേദിയിൽ അവതരിപ്പിച്ചതും വേദിയിലേക്ക് ക്ഷണിച്ചതും. ആ കാഴ്ച ദൃശ്യമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ജനം കണ്ടതാണ്. നന്മയുള്ള മനുഷ്യർ ഇപ്പോഴും നമുക്കിടയിലുണ്ട്, നന്മ മരിച്ചിട്ടില്ല, സെലിബ്രിറ്റികളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് തുടങ്ങിയ കമന്റുകൾ പുറത്തു വന്നതോടെ ദൃശ്യ ബിനുവിനും ലാലഴകത്തിനും അഭിനന്ദന പ്രവാഹമായിരുന്നു. തനിക്ക് വേണ്ടി നല്ലതു ചെയ്ത വയോധികനെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കണമെന്ന് ദൃശ്യ ബിനു ആലോചിച്ചിരുന്നു. ഇക്കാര്യത്തിൽ തന്നെ കൊണ്ടാകും പോലെ താനും ഒപ്പം നിൽക്കാമെന്ന് ലാലഴകവും പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ദൃശ്യ ബിനു 20,000 രൂപ വീട് പണിയുടെ അത്യാവശ്യ കാര്യങ്ങൾ നിവർത്തിക്കാനായി നൽകി. ഒപ്പം ദൃശ്യ സ്റ്റുഡിയോയുടെ ഉദ്ഘാടന വേദിയിൽ അവതാരകനായതിന് ലഭിച്ച പ്രതിഫലം ലാലഴകവും ഉദ്ഘാടകനായ വയോധികന്റെ വീട് പണിക്ക് നിറഞ്ഞ മനസ്സോടെ നൽകിയിരിക്കുകയാണ്. കാശില്ലാത്തതു കാരണം ഖനീഫയ്ക്കയുടെ വീട് പണി പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുകയായിരുന്നു. മഴക്കാലത്ത് നനയാതെ കിടക്കാൻ വീട് വാർത്തെങ്കിലും ഇടാൻ കഴിഞ്ഞാൽ അത്രയുമായി. മുന്നോട്ട് നന്മയുള്ള ആരെങ്കിലും ആ കുടുംബത്തെ സഹായിക്കുമെന്ന പ്രതീക്ഷയാണ് തങ്ങൾക്കുള്ളതെന്ന് ദൃശ്യ ബിനുവും ലാലഴകവും പറഞ്ഞു. ഈ തീരുമാനമറിഞ്ഞ കാട്ടാക്കടയിൽ നിറ്റു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന നന്ദു നൽകിയ 5,000 രൂപയും കിള്ളിയിൽ സ്ഥാപനം നടത്തുന്ന മറ്റൊരു സുഹൃത്ത് നൽകിയ 1,000 രൂപയും ഇതോടൊപ്പം ലാലഴകം മുഹമ്മദ് ഖനീഫയ്ക്ക് കൈമാറി. ഒരുപാട് സന്തോഷമുണ്ട്. അത് എൻ്റെ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നമ്മുടെ മാമൻ ഉദ്ഘാടനം ചെയ്തത് നിങ്ങളെല്ലാവരും കണ്ടു കാണും. അതിൽ ഒരുപാട് കമൻസ് വന്നു, ഒത്തിരി കമൻസ് വന്നു. എല്ലാവരും ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. അതിനകത്ത് ഒരുപാട് കമൻസ് വന്നതിൽ ഞങ്ങൾ അതെല്ലാം നമ്മൾ കുറേ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ മാവൻ്റെ ബാക്കി സിറ്റുവേഷനൊന്നും ഞങ്ങൾക്ക് അറിയില്ല. 20 വർഷം കൊണ്ട് മാവനെ കാണുന്നുണ്ടെന്നുള്ളതിനപ്പുറത്ത് മാവൻ്റെ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഇതിന് ശേഷം ഞങ്ങൾ പുള്ളിയുടെ ബാക്കി ബാക്ക്ഗ്രൗണ്ട് തിരക്കിയപ്പോഴത്തേക്ക് പുള്ളിയുടെ വീടും ബാക്കി കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. വീട് ഒരു പകുതി ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതായത് ലിൻഡിൽ മട്ടമേ ആയിട്ടുള്ളൂ, ബാക്കി വാർക്കുകയോ ബാക്കിയുള്ളതൊന്നും ചെയ്തില്ല. പുള്ളി ഇപ്പം ഒരു വാടകയ്ക്ക് ഒരു കൊച്ചു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അത് ഇനി അങ്ങോട്ട് ഉള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു വാർത്ത് ഒരു ചെറിയൊരു കിടക്കാൻ പാകത്തിനാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. എന്നെക്കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് ലാലഴകോ വിചാരിച്ചതെന്ന് പറഞ്ഞിട്ട് അത് ഒരുപക്ഷെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളെ കൊണ്ടുള്ള ഒരു ചെറിയ സഹായം ചെയ്യണമെന്ന് അന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. പക്ഷെ അത് ചെയ്യാൻ പറ്റിയത് ഇന്നായിരുന്നു. ഇന്നത് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു വലിയ സന്തോഷത്തിലാണ്. ഇത് കാണുന്ന നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹായം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുമായിട്ട് ആ വീട്ടിൽ കെട്ടുറപ്പുള്ള അടച്ചുകൂടി ഒരു വീട്ടിനകത്ത് അവരുടെ വയസ്സായ സമയം കഴിച്ചുകൂടാനായിട്ട് അവർക്ക് നമ്മളാൽ കഴിയുന്നൊരു സഹായം തീർച്ചയായിട്ടും ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളാലാവുന്ന ഒരു സഹായം തീർച്ചയായിട്ടും ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതിനൊരു തുടക്കം ഞങ്ങൾ തുടങ്ങി വച്ചിരിക്കുകയാണ്. ബാക്കി നിങ്ങളാണ്, അത് തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു തുടക്കം മാത്രം. അണ്ണാൻ കുഞ്ഞും തന്നല എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു തുടക്കം മാത്രം. അദ്ദേഹത്തിന് ഈ മഴ സമയത്ത് നല്ലൊരു അടച്ചുറപ്പുള്ള വീട്ടിൽ ചോർന്നൊലിക്കാത്ത ഒരു നല്ല വീട്ടിൽ അദ്ദേഹത്തിന് വാർദ്ധക്യം, അദ്ദേഹത്തിൻ്റെ വൈഫും പറഞ്ഞ പോലെ സുഖമില്ലാത്ത ഒരാളാണ്. അവർക്ക് സുഖമായിട്ട് കഴിയാൻ ഒരു നല്ലൊരു അടച്ചുറപ്പുള്ള ഒരു വീടാണ് അവരുടെ സ്വപ്നം. അത് ഞങ്ങളിലൂടെ ഒരു തുടക്കം വയ്ക്കുകയാണ്. ഇത് കാണുന്ന, ഈ ദൃശ്യങ്ങൾ കാണുന്ന സുമനസ്സുള്ള മലയാളികൾ അവരെ ഏറ്റെടുക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇനി അദ്ദേഹത്തെ നിങ്ങളെ ഏൽപ്പിക്കുന്നു. നമ്മളെ കൊണ്ട് ഇനിയും പറ്റുന്നത് എന്താണോ അത് നമുക്കറിയില്ല, എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല. എങ്കിലും ഞങ്ങളുടെ സൗഹൃദങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങളെ കൊണ്ടാകുന്നത് ഇനിയും അദ്ദേഹത്തിന് വേണ്ടി ചെയ്യണമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അത് ദൃശ്യങ്ങൾ ആ വീട്ടിലേക്ക് പോകുന്ന വഴി വളരെ ഇടുങ്ങിയ ഒരു വഴിയാണ്, വഴി സൗകര്യം ഇല്ല അവിടെ. അപ്പോൾ ശരിക്കും ഇവർക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച
ആ തുക ഇവർക്ക് ഇതുവരേക്കും ഒന്നും ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കാത്തത് ലേബർ കൂടുതലായിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പകുതി വഴിയിൽ പണി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നുപോയി എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. എന്തായാലും പ്രിയപ്പെട്ടവർ അവരെ ഏറ്റെടുക്കുമെങ്കിൽ അവർക്ക് ഒരു നനയാതെ കിടന്നുറങ്ങാൻ പറ്റുന്നൊരു നല്ല വീടുണ്ടാകും. താങ്ക് യു. GTV ന്യൂസ് കാട്ടാക്കട.